ജഗൻ മൂവീസ് വേൾഡിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ത്രില്ലർ മൂവിനെ കുറിച്ചാണ്. റിമെമ്പർ, നമ്മുടെ കിഷ്കിന്ദ കണ്ടം പോലത്തെ ഒരു കിടിലൻ ത്രില്ലർ. അതിൽ വിജയരാഘവനെ പോലെ ഈ സിനിമയിലെ ഗുഡ്മാനും നിങ്ങളെ ഞെട്ടിക്കും. ഗുഡ്മാൻ ഇപ്പോൾ 89 വയസ്സ് പ്രായമുണ്ട്. തൻ്റെ 50-ാം വയസ്സിൽ തൻ്റെയും തൻ്റെ ഫ്രണ്ടിൻ്റെ കുടുംബത്തിലെയും പലരെയും കൊന്ന ഒരാളെ പേര് പിടിച്ച് കൊല്ലാൻ പുറപ്പെടുകയാണ് അയാൾ. ഗുഡ്മാൻ ഇപ്പോൾ ഒരു രോഗവും കൂടിയുണ്ട്, ഡെമിനേഷ്യ. ഉറക്കമുണർന്നു കഴിഞ്ഞാൽ അയാളുടെ കുറേ വർഷത്തെ ഓർമ്മകൾ അയാൾക്ക് നഷ്ടമാവും. ഈ അവസ്ഥ വെച്ച് അയാൾക്ക് അയാളുടെ പ്രതികാരം നിറവേറ്റാൻ കഴിയുമോ എന്നതാണ് ഈ സിനിമ പറയുന്നത്. ക്ലൈമാക്സിൽ ഗംഭീരമായ ട്വിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ കഥ കേൾക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടെ പോന്നോളൂ. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. എന്നാൽ പിന്നെ മൂവിയിലോട്ട് പോവാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോ ഗുഡ്മാനെ കാണിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അയാൾക്കിപ്പോൾ 89 വയസ്സ് പ്രായമുണ്ട്. അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 2ാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറിന്റെ അധീനതയിൽ ജൂതന്മാരെ കൊല്ലാൻ നിറയെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ടായിരുന്നു. അതിൽ ഓസിച്ച് എന്ന ക്യാമ്പിൽപ്പെട്ട് നിറയെ ക്രൂരമർദ്ദനങ്ങൾ അനുഭവിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ട ജൂതന്മാരിൽ ഒരാളാണ് ഗുഡ്മാൻ. അന്ന് അദ്ദേഹം എണീക്കുമ്പോൾ തൻ്റെ ഭാര്യയാണ് അന്വേഷിക്കുന്നത്. എന്നാൽ അവൾ അവിടെ ഇല്ല. അവളുടെ ഒരു ഡ്രസ്സ് ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. ഗുഡ് അതിൽ നിന്നൊരു തുപ്പിയും എടുത്ത് തൻ്റെ ഭാര്യ അന്വേഷിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു നേഴ്സിനെ കാണാം. നിറയെ കുറെ വയസ്സായവരെ. ഗുട്ടിന് ഒന്നും മനസ്സിലാവുന്നില്ല. ഗുട്ടപ്പോ അവിടെ കണ്ട നേഴ്സിനോട് തൻ്റെ ഭാര്യയെ പറ്റി ചോദിക്കും. അപ്പോൾ നേഴ്സ്, നിങ്ങളുടെ ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ഞാനാ നിങ്ങളെ നോക്കിയിരുന്നേ. ഇത് കേൾക്കുമ്പോൾ ഗുട്ടാക്ക് വല്ലാതാവാ. ഗുട്ടിന് ഡിംനേഷ്യ എന്ന രോഗമാണ്. ഉറക്കുണർന്നു കഴിഞ്ഞാൽ അവൻ കുറേ കാര്യങ്ങൾ മറന്നു. ചില കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെങ്കിലും അത് ചെയ്യാൻ അറിയില്ല എന്നായിരിക്കും വിചാരം. ഗുട്ടിപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിലാട്ടോ ഉള്ളേ. അങ്ങനെ അയാളോട് സാവധാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേഴ്സ് ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ടുപോവാ. അപ്പോൾ അവിടേക്ക് മാക്സ് എന്ന് പറഞ്ഞ ഗുട്ടിൻ്റെ അവിടെയുള്ള ഫ്രണ്ട് വരുക. ഇയാൾക്ക് നടക്കാൻ കഴിയില്ലാട്ടോ, ഫുൾ ടൈം വീൽ ചെയറിലാ. ഈ മാക്സ് ഓഷ്യസ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന ഒരാളാട്ടോ. അവിടുന്ന് രക്ഷപ്പെട്ട ഇവർ പലതായി പിരിഞ്ഞുപോയി. ശേഷം ഇവിടെ വരുമ്പോഴാണ് കാണുന്നത്. പിന്നെ അവിടെ വെച്ച് നേഴ്സ് ഇല്ലാത്ത സമയം നോക്കി മാക്സ് ഗുട്ടിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നാണ് നിന്റെ വൈഫിൻ്റെ സിറ്റിൻസിവൻ പ്രാർത്ഥനയുടെ ലാസ്റ്റ് ദിവസം. നീ നിന്റെ വൈഫിന് അവസാനം സത്യം ചെയ്ത കാര്യം ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഗുട്ട് തനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയും. എന്ത് പ്രാർത്ഥനയ്ക്ക് എല്ലാവരും വരുമായിരിക്കും. അത് കഴിഞ്ഞ് നീ എൻ്റെ റൂമിലോട്ട് വാ, ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഗുട്ടും മാക്സും ജൂതമതക്കാരാ. അവരിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ 7 ദിവസം നീണ്ട പ്രാർത്ഥനയുണ്ട്. അതിനെയാണ് സിറ്റിൻസീവ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതിനിടയിൽ അവർ നേരത്തെ പറഞ്ഞതുപോലെ ഗുട്ട് മാക്സിന്റെ റൂമിലോട്ട് ചെല്ലാം. അവിടെ വെച്ച് മാക്സ് ഗുട്ടിനെ ഒരു എൻവലപ്പ് കൊടുക്കുക. അത് കിട്ടിയത് ഗുട്ട് വേഗം റൂമിലേക്ക് പോകും. പുറത്തിറങ്ങുമ്പോൾ ഗുട്ടിന്റെ മകൻ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ താൻ നല്ല ടയേർഡാന്ന് പറഞ്ഞ് ഗുട്ട് വേഗം റൂമിലോട്ട് പോകും. റൂമിൽ ചെന്നതും ഗുട്ട് വേഗമായ എൻവലപ്പ് പൊട്ടിക്കുക. അപ്പം അതിൽ കുറച്ച് പണവും ഒരു ട്രെയിൻ ടിക്കറ്റും ഒരു ലെറ്ററും ഉണ്ടാവും. ആ ലെറ്റർ വായിച്ചതും ഗുട്ട് ഒരു ഹാൻഡ് പൗച്ച് എടുത്ത് അതിൽ ആവശ്യമായ സാധനങ്ങൾ എടുത്തു വെച്ച് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ വെളിയിൽ നിന്ന് ഗുട്ടിന് പോകാൻ ഒരു ടാക്സി മാക്സ് റെഡിയാക്കിയിട്ടുണ്ടാവും. ഗുട്ട് പോകുന്നത് മാക്സ് തൻ്റെ റൂമിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ ടാക്സി നേരെ പോണത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് മാക്സ് ഗുട്ടിന് ക്ലീവ്ലൻഡിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തേക്കുന്നത്. അങ്ങനെ മാക്സ് ട്രെയിനിൽ പോകുന്നതിനിടയ്ക്ക് ഒരു കുട്ടിയെ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അവൻ്റെ പേര് ടൈലർ എന്നാട്ടോ. ഗുട്ട് അവനോട് നീ ഒറ്റയ്ക്കാണോ വന്നേക്കണേന്ന് ചോദിക്കും. ഹേയ്, ചേട്ടനും അനിയനും ഉണ്ട്, പക്ഷെ അവരുടെ സീറ്റ് അവിടെയാന്ന് പറയും. ശേഷം അവനും ഗുട്ടിനെ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഗുട്ട് താനൊരു ഫ്രണ്ടിനെ കാണാൻ പോണതാണെന്ന് പറയും. ഇതിനിടയിൽ ഗുട്ട് വീണ്ടും ആ ലെറ്റർ വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മാക്സ് പറയുന്നുണ്ട്, ഗുട്ട് ഞാനെല്ലാം നിനക്ക് വിശദമായി എഴുതിയിട്ടുണ്ട്. നീ അത് കൃത്യമായി ഫോളോ ചെയ്താൽ മതി. പിന്നെ ഓരോ ടാസ്ക് കഴിയുമ്പോഴും നീ അത് കൃത്യമായി വെട്ടിക്കളയണം. കത്ത് പിന്നെയും വായിക്കുമ്പോൾ വീണ്ടും അത് ചെയ്യാണ്ടിരിക്കാനായിരിക്കും. പിന്നെ ട്രെയിനിൽ കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ഗുഡ് പതിയെ ഒന്ന് മയങ്ങി പോകുന്നുണ്ട്. ശേഷം എണീറ്റ് കഴിയുമ്പോൾ ഗുഡ് എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. എണീറ്റ് ഉടനെ അവൻ തൻ്റെ വൈഫിനെ അന്വേഷിക്കുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന പയ്യനില്ലേ ടൈലർ, അവൻ തൻ്റെ കൊച്ചുമോനാണെന്ന് കരുതി അമ്മ എവിടെയാണെന്ന് ചോദിക്കും. എന്നാൽ അവരിതൊന്നും ശ്രദ്ധിക്കാതെ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ദേഷ്യം വരുന്ന ഗുഡ് ആ വീഡിയോ ഗെയിം തട്ടിപ്പറിക്കും. ശേഷം അമ്മമ്മ എവിടെയാന്ന് പറയണമെന്ന് പറയാം. ഇത് കണ്ട് ടൈലർ ശരിക്കും പേടിക്കും. ശേഷം അവൻ പതിയെ സംസാരിക്കും. അങ്കിളിന് എന്താ പറ്റിയേ? അങ്കിളുടെ കൂടെ വൈഫൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഏതോ ഫ്രണ്ടിനെ കാണാൻ പോവാന്നല്ലേ പറഞ്ഞ്. ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ഗുഡ് ചുറ്റും നോക്കാ. പെട്ടെന്ന് എന്തോ ഭാഗ്യം കൊണ്ട് തൻ്റെ കോട്ടിന്റെ പോക്കറ്റിൽ കൈയിടുന്ന ഗുട്ടിനെ ആ ലെറ്റർ കിട്ടാ. പിന്നെ ലെറ്റർ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. ഈ സമയം ആ പയ്യൻ ഇവിടെ ഇരിക്കുന്ന അത്ര പന്തിയല്ലെന്ന് തോന്നി അവൻ അവൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോയിരിക്കും. ഇത് കണ്ട ഗുഡ് ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുതെന്ന് കരുതി തൻ്റെ കയ്യിൽ റീഡ് ലെറ്റർ എന്ന് എഴുതുക. ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ ട്രെയിൻ
ക്ലീവ്ലാൻഡിലെത്തും. അവിടെയും മാക്സ് ഗുട്ടിന് പോകാനുള്ള കാർ റെഡിയാക്കിയിട്ടുണ്ടാവും. പിന്നെ ആ കാർ നേരെ പോണത് ഒരു ഗൺ ഷോപ്പിലേക്കാട്ടോ. അവിടെ ചെന്ന് ഗുഡ് തനിക്കൊരു ചെറിയ ഗൺ വേണമെന്ന് പറയും. അപ്പോൾ ആ കടക്കാരൻ, നിങ്ങൾക്ക് വെടിവെക്കാനൊക്കെ അറിയോ? ഇല്ല. ശരി, എങ്കിൽ ഞാൻ ആദ്യം അത് പറഞ്ഞുതരാം. അത് വേണ്ട, പകരം എനിക്കൊന്ന് എഴുതി തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മറന്നുപോകും. അങ്ങനെ ഗുഡ് അവിടെ നിന്നൊരു തോക്കും അത് ഉപയോഗിക്കേണ്ട വിധം എഴുതി വാങ്ങിയും അവിടെ നിന്ന് ഇറങ്ങാം. ശേഷം കാർ നേരെ പോണത് ഒരു ഹോട്ടലിലേക്കാ. അവിടെ മാക്സ് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഗുഡ് റൂമിൽ ചെന്ന് കുളിക്കാനായിട്ട് പോവാ. ഈ കുളിക്കുന്നതിനിടയിൽ ഗുഡ് ബാത്ത് ടബിൽ കിടന്ന് പതിയൊന്നും മയങ്ങി പോകുന്നുണ്ട്. വീണ്ടും എണീക്കുന്നതോടെ എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും തന്റെ ഭാര്യ അന്വേഷിച്ച് ഗുഡ് റൂമിനോട് നടക്കാ. അപ്പോഴാണ് കയ്യിൽ റീഡ് ലെറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നത്. ഉടനെ ഗുഡ് ടേബിളിൽ പോയി ലെറ്റർ എടുത്ത് വായിക്കാനായി പോവാ. അപ്പൊ അവിടെ ഒരു ഗണ്ണിരിക്കുന്നത് കണ്ട് ഗുഡ് ഞെട്ടും. പിന്നെ ലെറ്റർ വായിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഗുഡ് ഒരു വീട്ടിലോട്ട് പോകുന്നതാ. അവിടെ ഒരു ലേഡി വന്ന് വാതിൽ തുറക്കും. അവരോട് ഇത് റോഡി കുഡ്ലാൻഡിന്റെ വീടാണോന്ന് ചോദിക്കും. അവർ അതേന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ശേഷം അവൾ പോയതും ഗുഡ് തന്റെ കയ്യിലുള്ള തൂക്കെടുത്ത്, നീ ജർമ്മൻ ആർമിയിൽ ഓഫീസിലല്ലേ ഉണ്ടായിരുന്നെന്ന് ചോദിക്കും. ഇത് കേട്ടതും, നീ ജൂതനല്ലേ എന്നയാൾ ചോദിക്കുക. ഞാൻ ചോദിച്ചിട്ടുള്ള മറുപടി ആദ്യം നീ താ, അല്ലെങ്കിൽ എൻ്റെ തോക്കായിരിക്കും നിനക്ക് മറുപടി പറയാ. അപ്പോൾ അയാൾ, ഞാൻ ഓഷീസിലല്ല ഉണ്ടായിരുന്നേ, ഞാൻ ആഫ്രിക്കയിലെ ജർമ്മൻ സഖ്യത്തിൻ്റെ ഒപ്പമായിരുന്നു. ശേഷം ആഫ്രിക്കയിൽ അയാൾ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ഒക്കെ കാണിക്കാം. അതോടെ ഗുഡ് അന്വേഷിച്ചു വന്ന ആൾ അയാളല്ലെന്ന് മനസ്സിലാവും. ഉടനെ ഗുഡ് മാക്സിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇനി അടുത്ത ആളുടെ അടുത്തേക്ക് പോവാന്ന് പറയാ. അങ്ങനെ ഗുഡ് ഒരു ബസ്സിൽ കാനഡയിലേക്ക് പോവാ. ഈ സമയം ഗുഡ് വീണ്ടും ആ ലെറ്റർ മുഴുവനായി വായിക്കുന്നുണ്ട്. അതിൽ താൻ കൊല്ലാൻ പോകുന്ന ആളെക്കുറിച്ച് വ്യക്തമായി മാക്സ് എഴുതിയിട്ടുണ്ട്. ഹിറ്റ്ലറിന്റെ ഭരണകാലത്ത് ജൂതന്മാരെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന കാലമായിരുന്നു. ഇതിനുവേണ്ടി പലയിടത്തും ക്യാമ്പുകൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓഷീസിലുണ്ടായിരുന്ന ക്യാമ്പിലാണ് ഗുഡും മാക്സും ഒക്കെ ഉണ്ടായിരുന്നത്. ആ ക്യാമ്പിന്റെ ക്യാപ്റ്റനായിരുന്നു ഓട്ടോ വില്ലിഷസ്. അവിടെ വെച്ച് മാക്സിനും ഗുഡിനും തന്റെ കുടുംബത്തിലെ ഒരുപാട് പേരെ നഷ്ടമായി. ഇതിന് താൻ പ്രതികാരം ചെയ്യുമെന്ന് ഗുഡ് തന്റെ ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. അത് ചെയ്യാനാണ് ഗുഡ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പിന്നെ യുദ്ധത്തിൽ ജർമ്മനി തോക്കുന്നതോടെ നാസിപ്പടയിലെ കുറെ ആളുകൾ ജൂതറെന്ന് കള്ളം പറഞ്ഞ് വേറെ രാജ്യത്ത് പോയി സെറ്റിൽഡ് ആവും. ഓട്ടോ വില്ലിഷസും ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ജൂതരാണെന്ന് പറഞ്ഞ് റോഡി ലാൻഡ് എന്ന പേര് സ്വീകരിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകും. എന്നാൽ ജർമ്മനിയിൽ നിന്ന് 4 പേരുണ്ട് കുട്ട്ലാൻഡർ എന്ന പേര് സ്വീകരിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോയേക്കുന്നത്. അതിലാരാണ് ഓട്ടോ വില്ലിഷസ് എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഗുഡ് 4 പേരെയും തിരഞ്ഞു പോകുന്നത്. അതുപോലെ ഗുഡിന്റെ മകനും ഇപ്പോൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ തിരയുന്നുണ്ടോ. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഗുഡ് കാനഡ ബോർഡറിലെത്തും. തോക്ക് ചെക്കിങ്ങിൽ പിടിക്കാതിരിക്കാൻ സീറ്റിൽ കോട്ട് വെച്ച് മറിച്ചിട്ടാ ഗുഡ് വരുന്നത്. അത് കൃത്യമായി ചെയ്ത ഗുഡ് പക്ഷേ പാസ്പോർട്ട് എക്സ്പയർ ആയത് അറിഞ്ഞില്ല. പിന്നെ ലൈസൻസ് കാണിച്ചു കൊടുത്താ പോകാനുള്ള പെർമിഷൻ നേടുന്നത്. അങ്ങനെ കാനഡയിലെത്തിയ ഗുഡ് അവിടെയുള്ള നേഴ്സിംഗ് ഹോമിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് റൂഡിയുടെ റൂം അന്വേഷിച്ച് അവിടേക്ക് പോവാ. അവിടെയുള്ള റൂഡി കുഡ്ലാൻഡർ കിടപ്പിലായിട്ടുണ്ടാവും. എന്നാലും ഗുഡ് വന്ന കാര്യം നോക്കാം. അയാൾ ഓഷീസിലുണ്ടായിരുന്നു എന്ന് കേട്ടതും ഗുഡ് അവനെ കൊല്ലാനായി തോക്കെടുക്കുക. അപ്പോഴാണ് അയാൾ തൻ്റെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നത് കാണിക്കുന്നത്. ഓഷീസ് ക്യാമ്പിൽ പിടിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും കയ്യിൽ പച്ച കുത്തുമായിരുന്നു. അപ്പോൾ അയാൾ ഒരു ജൂതനാണെന്ന് ഗുഡിന് മനസ്സിലാവാ. ഗുഡ് അയാളോട് സോറിയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവും. അങ്ങനെ ഗുഡ് അവിടുന്ന് പോകുന്ന വഴി നേഴ്സിംഗ് ഹോമിലൊരു സ്ത്രീ അവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നത് കാണാം. ഇത് കാണുമ്പോൾ ഗുഡ് അവിടേക്ക് ചെല്ലും. ഗുഡിനെ കണ്ടതും ആ സ്ത്രീ, എന്താ വായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓ, ഞാനൊക്കെ ഇപ്പം ഇത് വായിക്കാനൊക്കെ മറന്നുപോയി, എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഗുഡ് വായിക്കാൻ തുടങ്ങും. എന്നാൽ നല്ല അടിപൊളിയായിട്ട് ഗുഡ് പിയാനോ വായിക്കും. അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഗുഡ് 3ാമത്തെ ആളുടെ അടുത്തേക്ക് ചെല്ലുന്നതാ. അപ്പോൾ ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടാകില്ല. കുറെ നേരം കഴിയുമ്പോൾ ആ വീട്ടിലേക്ക് ഒരു പോലീസുകാരൻ വരും. അവൻ റൂഡിയുടെ പയ്യനാ. ഗുഡ് റൂഡിയെ കുറിച്ച് ചോദിക്കുമ്പോൾ 3 ദിവസം മുമ്പ് മരിച്ചു പോയെന്ന് പറയാ. രാവിലെ മുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിനാൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് ഗുഡിനെ റൂഡിയുടെ പയ്യൻ അകത്തേക്ക് വിളിക്കും. അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിൽ ഗുഡിന്റെ പയ്യൻ അപ്പയോടൊപ്പം ഏത് ക്യാമ്പിലെ വർക്ക് ചെയ്തെന്ന് ചോദിക്കാ. ഗുഡ് ഓഷീസ് എന്ന് പറയാ. അതിന് അപ്പയോടെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴാണ് ഗുഡിന്റെ കയ്യിൽ പച്ച കുത്തിയിരിക്കുന്നത് അവൻ കാണുന്നത്. അതോടെ ഗുഡ് ഒരു ജൂതനാണെന്ന് അവന് മനസ്സിലാവാ. അപ്പോൾ നീ ജൂതനാണെന്ന് ചോദിച്ച് ഗുഡിയുടെ പയ്യൻ, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ജൂതൻ നായെ എൻ്റെ വീട്ടിൽ കയറാനെന്ന് പറഞ്ഞ് ഗുഡിനെ സോഫയിലേക്ക് തള്ളിയിട്ട് അവൻ്റെ പട്ടിയെ അയച്ചുവിടാ. അപ്പോൾ വേറെ നിവർത്തിയില്ലാതെ ഗുഡ് അവനെയും ആ പട്ടിയെയും വെടിവെച്ച് കൊല്ലാം. ശേഷം അവിടെ നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറി
മാക്സോട് കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞ് ഗുഡ് 4-ാം താള തേടി അവിടുന്ന് പോകും. അങ്ങനെ പോകുന്നതിനിടയിൽ ഗുഡ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തല ഇറങ്ങി വീഴാ. ഉടനെ അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഗുഡിനെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഹോസ്പിറ്റലുകാർ ഗുഡിന്റെ ലൈസൻസിന്റെയും പാസ്പോർട്ടിന്റെയും അഡ്രസ് എടുത്ത് അവന്റെ മകനെ കോണ്ടാക്ട് ചെയ്യുക. ഇത് കേട്ടതും ഗുഡിന്റെ മകൻ ഉടനെ തന്നെ അങ്ങോട്ട് പുറപ്പെടും. അതുപോലെ ഹോസ്പിറ്റലിൽ ബോധം തെളിയത് ഗുഡ് എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. ഗുഡിപ്പോ അവിടെയുള്ള ഒരു കൊച്ചു പെൺകുട്ടിയോടൊപ്പം കാർട്ടൂണൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗുഡ് പറയും, എന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ചോക്ലേറ്റ് ഉണ്ടാവും, നീ വേണമെങ്കിൽ പോയി എടുത്തോളാൻ. ഇത് കേട്ടതും ആ പെൺകുട്ടി പോയി എടുക്കാൻ പോവാ. അവൾ പോയി നോക്കുമ്പോൾ അവൾക്ക് ചോക്ലേറ്റ് ഒന്നും കിട്ടില്ല, പകരം ഒരു ലെറ്റർ കിട്ടും. അത് കാണുമ്പോൾ ഗുഡ് അവളോട് അതൊന്ന് വായിക്കാൻ പറയാ. ആ കത്ത് അവൾ വായിച്ചു കൊടുക്കുന്നതോടെ ഗുഡിനെ എല്ലാം മനസ്സിലാവും. ഉടനെ തന്നെ ഗുഡ് ഒരു ടാക്സി പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് മാറി പകരം ഒരു ഹോട്ടലിൽ റൂം എടുക്കും. എന്നാൽ അവിടെ ഗുഡ് തന്റെ ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് ഗുഡിന്റെ പയ്യന്റെ മൊബൈലിലേക്കും പോവും. ഉടനെ തന്നെ അവൻ ഹോസ്പിറ്റലിൽ പോവാതെ അങ്ങോട്ട് പോകും. എന്നാൽ ഗുഡ് അപ്പോഴേക്കും അവിടെ ചെക്കൗട്ട് ചെയ്തിരിക്കും. പിന്നെ ഗുഡ് പോയ ടാക്സി കമ്പനിയെ വിളിച്ച് അവിടുന്ന് അഡ്രസ്സ് കണ്ടുപിടിച്ച് അവൻ അങ്ങോട്ട് പോകും. പിന്നെ നമ്മുടെ ഗുഡ് ഇപ്പോൾ നിൽക്കുന്നത് 4-ാമത്തെയും അവസാനത്തെയുമായ റൂഡി കുഡ്ലാൻഡിന്റെ വീട്ടിലാട്ടോ. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മകൾ വാതിലുറക്കും. റൂഡിയെ പറ്റി ചോദിക്കുമ്പോൾ അപ്പം ഉറങ്ങാ, ഞാൻ വിളിക്കാം, നിങ്ങളുടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയും. ഗുഡ് അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ കണ്ട പിയാനോ ഇരുന്ന് വായിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും റൂഡി ഇറങ്ങി വരും. ഗുഡിനെ കണ്ടപ്പോൾ തന്നെ റൂഡി, നീ എന്നെ ഒരിക്കൽ തേടി വരുമെന്ന് എനിക്കറിയാം, നിനക്ക് സുഖമാണോ എന്ന്. ഇത് കേൾക്കുമ്പോൾ ഗുഡ് ഞെട്ടും. ശേഷം അവർ മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ പുറത്തിരുന്ന് സംസാരിക്കുമ്പോൾ റൂഡി ഗുഡിനെ കെട്ടിപ്പിടിക്കുക, എത്ര നാളായിടെ കണ്ടിട്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഗുഡ് കൈയെടുക്കും ഓട്ടോ എന്ന് പറയാ. ഇത് കേട്ട് അവരൊന്ന് ഞെട്ടും. ഈ സമയം ഗുഡിന്റെ പയ്യനും അവിടേക്ക് എത്തൂട്ടോ. അവൻ റൂഡിയുടെ മകളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെയും കൂട്ടി ഗുഡിനെ റൂഡിയുടെ അടുത്തേക്ക് ചെല്ലാം. അവരവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഗുഡ് റൂഡിയെ ഗൺ പോയിന്റിൽ നിർത്തിയേക്കുന്നതാ. ഉടനെ ഗുഡിന്റെ മകൻ ഗുഡിനോട് ഗൺ താഴ്ത്തിടാൻ പറയാ. അപ്പോ ഗുഡ്, ഇല്ല, റൂഡി സത്യം പറഞ്ഞാൽ മാത്രമേ ഞാൻ ഗൺ താഴ്ത്തിടൂ. ഇത് കേട്ടതും റൂഡി, നീ എന്താ ഗുഡ് ഇങ്ങനെ പൊട്ടന്മാരെ പോലെ പെരുമാറുന്നേ, നിനക്കെന്താ ഭ്രാന്തായോ? ഉടനെ ഗുഡ് തന്റെ ഗൺ റൂഡിയുടെ കൊച്ചുമോളുടെ നേരത്തിരിക്കുക. സത്യം പറ റൂഡി, അല്ലെങ്കിൽ ഞാൻ നിന്റെ കൊച്ചുമോളെ കൊല്ലും. ഇത് കേട്ട് പേടിച്ചു പോയി റൂഡി എല്ലാം സമ്മതിക്കുക. താനൊരു നാസി പടയാളിയായിരുന്നുവെന്നതും ഓഷീസിലെ ഒരു ക്യാമ്പിന്റെ ലീഡറായിരുന്നുവെന്നതും അവിടെ വെച്ച് ഒരുപാട് ജൂതന്മാരെ കൊന്നതും തന്റെ യഥാർത്ഥ പേര് ക്യൂരിബഡ്സ് എന്നാണെന്നും അവൻ പറയാ. ഇത് കേട്ട് ഗുഡ്, നീ വീണ്ടും നുണ പറയുന്നു, നിന്റെ പേര് ഓട്ടോ വിലിഷ്യസ് എന്നാ. ഇവിടെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ടെസ്റ്റ്. അപ്പോൾ അവൻ, ഓട്ടോ വിലിഷ്യസ്, അത് നീയാണ് ഗുഡ്, നമ്മൾ രണ്ടുപേരും നാസി പടയാളികളായിരുന്നു. ഓഷീസിലെ മറ്റൊരു ക്യാമ്പിന്റെ ലീഡർ അത് നീയാണ്. എന്നാ ഗുഡ് ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവില്ല. അപ്പോൾ വിശ്വസിക്കാനായി ക്യൂരി ഒരു കാര്യം കൂടി പറയും. കുട്ടിൻ്റെ കയ്യിൽ പച്ച കുത്തിയ നമ്പർ 988114 എന്നതും അത് കുത്തിയത് ക്യൂരിയാണെന്നും, അതുപോലെ എൻ്റെ കയ്യിൽ പച്ച കുത്തിയ നമ്പർ 98813 അത് ഇവനാണെന്നും ക്യൂരി പറയും. ഇതൊക്കെ കേട്ട് കുട്ടിൻ്റെ മകൻ അപ്പയുടെ പേര് ഓട്ടോ വിലിഷ്യസ് എന്നാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഗുഡ്, അല്ല, ഇവൻ കള്ളം പറയാണെന്ന് പറയും. അപ്പോൾ ക്യൂനി വീണ്ടും, നിനക്കൊന്നും ഓർമ്മയില്ലേ ഓട്ടോ എന്ന് ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ അവനെ വെടിവെച്ച് കൊല്ല. ശേഷം യെസ് ഐ റിമെമ്പർ എന്ന് പറഞ്ഞ് ഓട്ടോയും സ്വയം വെടിവെച്ച് ചാവും. അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഗുഡ് നിന്നിരുന്ന നേഴ്സിംഗ് ഹോമാ. അവിടെ എല്ലാവരും ഗുഡ് മരിച്ചെന്ന വാർത്ത TV-യിലൂടെ കാണുന്നേ. ഇത് കണ്ട് അവരെല്ലാവരും പറയും ഗുഡ് ഓർമ്മയില്ലാതെ ചെയ്തതാണെന്ന്. ഇത് കേട്ട് മാക്സ് പറയും, അല്ല, അവരെല്ലാം അറിയാമായിരുന്നുവെന്ന്. ഇനിയാണ് ഈ കഥയിലെ മറ്റൊരു ടെസ്റ്റ്. 6 മാസങ്ങൾക്ക് മുമ്പാണ് ഗുഡിൻ്റെ വൈഫും ഗുഡും ഈ നേഴ്സിംഗ് ഹോമിലേക്ക് വരുന്നത്. അവിടെ വെച്ച് മാക്സ് യാദൃശ്ചികമായി ഇവരുടെ റൂമിൽ ചെല്ലുമ്പോൾ ഇവിടെ പഴയകാല ഒരു കല്യാണ ഫോട്ടോ കാണാം. അപ്പോൾ മാക്സിന് മനസ്സിലാവും ഇവൻ ഓട്ടോ വിലിഷ്യസ് ആണെന്ന്. അതോടെ തൻ്റെ കുടുംബത്തെ കൊന്നവരോട് മാക്സ് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുക. അങ്ങനെ ഭാര്യ മരിച്ച് ഡിംനേഷ്യ ബാധിച്ച ഓട്ടോയെ വെച്ച് പ്രതികാരം ചെയ്യാൻ മാക്സ് ഉണ്ടാക്കിയ പ്ലാനാ നമ്മൾ ഈ കണ്ടത്. മാക്സിന്റെ പ്ലാനിൽ ക്യൂനിയെ ഓട്ടോ കൊല്ലുന്നതോടെ അവനെ പോലീസ് പിടിക്കുന്നായിരുന്നു. പക്ഷെ ഓട്ടോയ്ക്ക് ഡിംനേഷ്യയുടെ തുടക്കമായതുകൊണ്ട് തന്നെ ചെറിയൊരു ലിങ്ക് കിട്ടിയാൽ മതി, ബാക്കി അവൻ ഓർത്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ പിയാനയും തോക്കൊക്കെ അവൻ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടും അവൻ വളരെ നന്നായി ഉപയോഗിച്ചത്. പിന്നെ എല്ലാവരുടെ മുമ്പിൽ തൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണതുകൊണ്ടാവാം ഓട്ടോയും സ്വയം വെടിവെച്ച് മരിച്ചത്. അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പുതിയൊരു സിനിമയിൽ വന്നവരേക്കും ബൈ.